ഓം ശ്രീ മഹാദേവി നമ. ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാൽ. ഓം ശ്രീമദ്ദേവി മഹാഭാഗവതം 11-ാം സ്കന്ധം 17-ാം അധ്യായം. ഗായത്രിയെക്കുറിച്ച് പറഞ്ഞു വരുന്നു. 1-ാമത്തെ ഭാഗമാണ് പറഞ്ഞു വന്നത്. ഇപ്പോൾ 2-ാമത്തെ ഭാഗം പറയണു. ഇതിൽ 47 ശ്ലോകങ്ങളാണ് ഉള്ളത്. രൂപത്തെ പറയണു, പിന്നെ അതിൻ്റെ ചില ചൊല്ലിക്കഴിഞ്ഞാലത്തെ അതേപോലെ പേരുകൾ, അങ്ങനെ പലതും. ഓം ശ്രീനാരായണൻ. പാദം മുറിച്ച് ഗായത്രി ജപിച്ചാൽ ബ്രഹ്മഹത്യയും തീർന്നു കിട്ടും, മറിച്ചായാൽ ആ പാപം സംഭവിച്ചിടും. 3 പാദങ്ങളുണ്ടെന്ന് പറയാം. ഓം ഭൂർഭുവസ്വ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയ. അങ്ങനെ 3 പാദങ്ങളായിട്ടാണ്. ആദ്യത്തേന് വ്യാഹൃതി എന്ന് പറയും. പാദം മുറിക്കാതെ തന്നെ ഗായത്രി ഉരുവിട്ടിടിൽ അധോമുഖന്മാരായി വാഴും കൽപ്പകോടി ശതങ്ങളിൽ. 6 ഓങ്കാരങ്ങൾ ഒന്നിച്ചും വേറെ വേറായും ഒന്നുമായി ധർമ്മശാസ്ത്ര പുരാണേതിഹാസങ്ങളിൽ ഉരച്ചപ്പോൾ ഗായത്രി ജപമാവാം. 5 ഓങ്കാരം ചേർത്തുമായിടാം. ജപസംഖ്യ അഷ്ടഭാഗാന്ത്യം 4-ാം പാദം ജപിക്കണം. ഏവം ജപിക്കും വിപ്രേന്ദ്രൻ സായുജ്യത്തെ അണഞ്ഞിടും, അന്യഥാ ചെയ്യൽ വിഫലമാകും ആ ജപമൊക്കെയും. ഓങ്കാരം 1, 6, 5 ഒത്തും ഗായത്രി യതിയും തഥാ ജപിക്കണം തുരീയത്തെ ഗൃഹിയും ബ്രഹ്മചാരിയും. ഓങ്കാരം 1, 6, 5 ഒത്തും ഗായത്രി യതിയും തഥാ ജപിക്കണം തുരീയത്തെ ഗൃഹിയും ബ്രഹ്മചാരിയും. തുരീയപാദം ഗായത്രിക്ക് ഓം പരോ രജസേതിനാൽ ഫലപ്രദം സാംഗം അതിൻ ധ്യാനം ഞാനുര ചെയ്തിടാം. പ്രണവമയമചിന്യം സാർക്കസോമാഗ്നിബിംബം വികച കമലമെന്നുൾത്താരി നൽപീഠമാക്കി. സുഖമരുൾക പരം ജ്യോതിസ്വടും സൂക്ഷ്മമെങ്ങും നിറയും അചലമേകം സച്ചിദാനന്ദരൂപം. ത്രിശൂലം യോനി സുരഭി അക്ഷമാല സരോരുഹം ലിംഗം മഹാമുദ്ര ഇവ 7 പിന്നീടു കാട്ടണം. സന്ധ്യയത്രേ ചിൽ സ്വരൂപയായ ഗായത്രി നാരദ. അതിനാൽ ബ്രാഹ്മണൻ നിത്യം സന്ധ്യോപാസന ചെയ്യണം. പിന്നെ 5 ഉപചാരത്താൽ ചെയ്യുക മാനസപൂജയെ. പൃഥിവ്യാത്മാവിനു ഗന്ധം ലം ബീജം കൊണ്ടു നൽകുക. ആകാശാത്മാവിന് പുഷ്പം ഹം ബീജം കൊണ്ടുമേകണം. പവനാത്മാവിനു ധൂപം യം ബീജം കൊണ്ടും അവിധം. പാവകാത്മാവിനു ദീപം രം ബീജത്താലുമേകുക. വം ബീജം കൊണ്ട് നൈവേദ്യം അമൃതാത്മാവിനേകണം. 5 ബീജാക്ഷരം കൊണ്ടും പുഷ്പാഞ്ജലിയുമേകണം. ഏവം പൂജിച്ചു കുമ്പിട്ട് ചെയ്ത മുദ്രാവിധാനവും ധ്യാനപൂർവം പിന്നെ മന്ത്രം ജപിക്കുക പതുക്കവേ. പുറത്തു കാട്ടായിക പല്ലും ഇളക്കിയിടായിക ശീർഷവും. 108 അല്ലെങ്കിൽ 28 ജപം മുനെ 10 ശക്തിയില്ലെങ്കിൽ ഇതിലൊട്ടും ചുരുങ്ങുല. അപ്പം എല്ലാ ദിവസവും 10 ഗായത്രിയെങ്കിലും വേണം മിനിമം. പിന്നെ നേരത്തെ പറഞ്ഞത് മാനസപൂജയ്ക്കുള്ള ഒരു രീതിയിലുള്ള പഞ്ചഭൂതങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിരലുകൾ, തള്ളവിരലും മറ്റ് വിരലുകളും കൂടി ബന്ധപ്പെടുന്നതായിട്ടുള്ളൊരു രംഗമാണ് ആ ഗന്ധം. അതിന് പൃഥിവി. അപ്പോൾ അതിന് ലം ബീജം കൊണ്ടാണ്. ചെറുവിരലാണ് ലം ബീജം. പിന്നെ മോതിരവിരൽ ഈ ജലം ആയിട്ടാണ് പറയുക. പിന്നെ നടുവിരൽ അഗ്നി, ചൂണ്ടാണി വിരൽ വായു, തള്ളവിരൽ ആകാശം. ഇങ്ങനെ പഞ്ചഭൂതങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് വേണം അതൊക്കെ ചെയ്യാൻ. മാനസപൂജ അങ്ങനെയാണ്. വം അപാത്മാ ജലം കൽപ്യാമി, ലം പൃഥിവ്യാത്മാ ഗന്ധം കൽപ്യാമി, ഹം ആകാശാത്മാ പുഷ്പം കൽപ്യാമി, യം വായു ആത്മാ ധൂപം കൽപ്യാമി, രം അഗ്നിയാത്മാ ദീപം കൽപ്യാമി, ഠം അമൃതാത്മാ നിവേദ്യം കൽപ്യാമി, ഠം അമൃതീഭവ എന്നാണ് സ്വതേ ഈ മാനസപൂജ വരിക. അപ്പോൾ പഞ്ചഭൂതങ്ങളും അതേപോലെ തന്നെ ഈ പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള ഈ ദേഹം, അതിൽ ചേർത്തായിട്ടുള്ള മനോബുദ്ധി അഹങ്കാര ചിത്തങ്ങൾ, അതിനെ പോഷിപ്പിക്കാനുള്ള ആഹാരം, അത് സ്വീകരിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രാണപുഷ്ടി, പഞ്ചപ്രാണങ്ങളും അധപ്രാണങ്ങളും അതിൻ്റെ പുഷ്ടി, ഇതെല്ലാം ഈ ഗായത്രി ജപിക്കുമ്പോഴും ആഹാരത്തെ സ്വീകരിക്കുമ്പോഴും
ഒക്കെ പരസ്പര പൂരകങ്ങളാണ്. അതിനെയൊക്കെ ഒന്ന് സൂചിപ്പിക്കണം. അപ്പോൾ അതിൽ ഗായത്രി പ്രകാരത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എന്ന് പറയുകയാണ്. അതുപോലെ വേദത്തിൽ കുറേ സൂക്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ ഒരു 2 or 3 വാക്കുകളെ മാത്രം പറഞ്ഞുകൊണ്ട് ഇങ്ങനെയുള്ള സൂക്തം എന്ന് സൂചിപ്പിക്കണം. അത്രയേ ഉള്ളൂ. അത് മുഴുവനൊന്നും പറയാൻ വേദം പഠിച്ചവർക്ക് പറ്റുമായിരിക്കും. അത്രയേ ഉള്ളൂ. ശ്രീ മഹാദേവ്യൈ നമഃ. അപ്പോൾ ഏറ്റവും മിനിമം 10 ഗായത്രി, പിന്നെ 24 ഗായത്രി, 36 ഗായത്രി, അതേപോലെ 108 ഗായത്രി, ഇങ്ങനെയല്ലേ 1008 ഗായത്രി എത്രയാ ചാവാം. 10 ലക്ഷം ജപിച്ചാലാണ് ഫലം പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ. അതേപോലെ 24 ലക്ഷം അക്ഷരലക്ഷം ആകുമ്പോൾ 24 ലക്ഷമായി. അതേപോലെ 3ആയിട്ട് മുറിച്ച് പിന്നെ വളരെ സാവകാശം അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഓരോ അക്ഷരത്തിനും നിറം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അത് ഈ വിസ്തരിച്ച് പറയുന്നുണ്ട്. അടുത്ത സ്കന്ധത്തിൽ തുടക്കം അതാണ്. 24ൻ്റെ കുറേ കണക്കുകൾ നമുക്കപ്പോൾ കേൾക്കാം. ഇനി സൂക്തങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി അതുപോലെ ഇത് ജപിച്ച് കഴിഞ്ഞാൽ ക്ഷമാപണം ചൊല്ലുക, അങ്ങനെയൊക്കെ വേണം. ഗായത്രിക്ക് ഛന്ദസ് ഉണ്ട്. അതെല്ലാം ആരാ കണ്ടുപിടിച്ചത്? ഋഷി അങ്ങനെയൊക്കെ അല്ലേ. ഛന്ദസ് ദേവത ഗാഥനോ വിശ്വാമിത്ര ഋഷി, ഗായത്രി ഛന്ദസ്, സവിതാ ദേവത എന്ന് ഛന്ദസ്. അപ്പോൾ അതൊക്കെ പറയാണ്. 108 അല്ലെങ്കിൽ 28 ജപം മുനെ, 10 ശക്തിയില്ലെങ്കിൽ ഇതിലൊട്ടും ചുരുങ്ങുല. ഉത്തമേ ശിഖരേ ജാതേ ഇത്യാദിയാൽ ഉദ്വസിക്കുക. വെള്ളത്തിൽ നിന്നു ഗായത്രി ജപിക്കരുത് ഒരിക്കലും. ആ ദേവി അഗ്നിമുഖിയാണ് എന്നാൽ ഋഷികൾ ചൊല്ലുകയാം. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൽ ഇരുന്നിട്ട് ജയിക്കാൻ പാടില്ല എന്നാണ് പറയാം. പക്ഷേ വെള്ളത്തിൽ നിന്നിട്ട് ജപിക്കാറുണ്ട് നമ്മൾ. അത് താഴെ നല്ലോണം മുങ്ങി നിന്നുകൊണ്ട് വെച്ചാൽ ഒരു കണക്കൊക്കെ ഉണ്ട്. ആ കണക്കിനനുസരിച്ച് എല്ലായ്പ്പോഴും ഒന്നും പാടില്ല. അതുപോലെ 1008 ജപിക്കുക, കഴുത്തോളം വെള്ളത്തിൽ നിന്നിട്ട്, അങ്ങനെയൊക്കെ പതിവുണ്ട്. ശ്രീഹരേ ഗുരുവായൂരപ്പ. അപ്പോൾ ഇതിൽ ഓരോന്നിനും ഓരോ വിധികളുണ്ട്. അപ്പോൾ ഈ വിധിയിൽ ഇങ്ങനെയാണ് പറഞ്ഞത്. അങ്ങനെയാണ്. വെള്ളത്തിൽ നിന്നു ഗായത്രി ജപിക്കരുത് ഒരിക്കലും. ആ ദേവി അഗ്നിമുഖിയാണ് എന്നായി ഋഷികൾ ചൊൽകയാം. ധേനു, ശൂർപ്പം, യോനി, കൂർമ്മം, ലിംഗം, ജ്ഞാനം, സരോരുഹം, നിർവാണമുദ്ര ഈ 8 ജപാന്ത്യത്തിങ്കൽ വേണ്ടതാം. സ്വരങ്ങളോ വ്യഞ്ജനമോ കശ്യപ പ്രിയവാദിനി പദങ്ങളോ പിഴപ്പിച്ച തെറ്റെല്ലാം നീ പൊറുക്കണേ. ഏവം പ്രാർത്ഥിച്ചു ഗായത്രി തർപ്പണം ചെയ്യുക സാദരം. ഛന്ദസ്സു ഗായത്രി വിശ്വാമിത്രനാണ് ഋഷി, ദേവത, സവിതാവ്. ഈ വണ്ണമത്രേ തർപ്പണത്തിനു വേണ്ടതും. അതാണ് ഗാഥനോ വിശ്വാമിത്ര ഋഷി, ഗായത്രി ഛന്ദ, സവിതാ ദേവത എന്നുള്ള ഛന്ദസ്. ഋഗ്വേദ പുരുഷൻ തന്നെ ഭൂവെന്നോതിയിട്ടുമ വിധം യജുർവേദ പുരുഷൻ തന്നെ തർപ്പിക്കുക ഭുവ എന്നുമായി സ്വർവ്യാഹൃതി ഉരച്ചിട്ട് സാമവേദത്തിനും തഥാ മഹസിത്യുച്ചരിച്ച അഥർവവേദത്തിനും ചെയ്യുക തർപ്പണം. ഇതിഹാസ പുമാൻ ആദ്യം ജന എന്നോതിയും തഥാ വേദങ്ങൾക്ക് തപസ്സെന്നായോദ്യം ചെയ്യുക തർപ്പണം. സത്യവ്യാഹൃതിയാൽ പിന്നെ സത്യലോകപുമാനയും. ഓം ഭൂ എന്നോതി ഭൂലോകപുരുഷൻ തന്നെയും തഥാ ഭുവർലോകപുമാൻ തന്നെ ഭുവ എന്നോതിയും ക്രമാൽ സ്വപദത്താൽ സ്വർഗലോകപുരുഷൻ തന്നെയും മുനെ ഭൂ. ഓം ഭൂ കഥിച്ചേകപദയായ ഗായത്രി തന്നെയും ഓം ഭുവ ദ്വിപദ ഗായത്രിയെയും ചെയ്യുക തർപ്പണം. സ്വപദത്താൽ ത്രിപദയെ ചതുഷ്പാദയെ നാരദ. ഓം ഭൂർഭുവസ്വ എന്നോതിക്കൊണ്ടും തർപ്പിക്കണം ബുധൻ. ഉഷസ് ഈ ദേവി ഗായത്രി, പിന്നെ സാവിത്രി, ശാരദ, വേദമാതാവ്, പൃഥ്വി, അജ, പിന്നീട് കൗശികി, സംകൃതി അഭിതയാൾ, സാർവജിതി എന്നിവരെ ക്രമാൽ തർപ്പിച്ചുടൻ ജാതവേദസേതി ശാന്ത്യർത്ഥമോതുക. ഇപ്പോൾ ഊഷ, ഗായത്രി, സാവിത്രി, ശാരദ, വേദമാതാവ്, പൃഥ്വി, അജ, കൗശികി, സംകൃതി, സാർവജിതി, ഇങ്ങനെ 10 നാമങ്ങൾ ഗായത്രിക്ക് പ്രധാനമായിട്ടുണ്ട്. അതിനൊന്ന് സ്മരിച്ചതാണ്. ജപിക്കണം പിന്നെ ധീമാൻ മാനസ്തോഗേതി മന്ത്രവും ത്രംബകം മന്ത്രവും തച്ഛം യോ എന്നുള്ള ഒരു മന്ത്രവും അതോ ദേവ എന്ന മന്ത്രം കൊണ്ട് ശക്തി ലഭിക്കുവാൻ പിന്നെ ജപിച്ച് പിന്നെ സർവാംഗ സ്പർശം ചെയ്യുക നാരദ. വിഷ്ണു സൂക്തത്തിലാണ് അതോ ദേവ എന്നുള്ള അത് സാധാരണ ഒടുക്കാണ് പതിവ്. അതൊരു സമസ്താപരാധക്ഷമ ചോദിക്കുന്ന രീതിയിലാണ് വരിക. സ്യോന പൃഥിവ്യ എന്നുള്ള മന്ത്രത്താൽ പ്രണമിക്കണം. ഗോത്രാദി ശ്രീ മഹാദേവ്യേ നമ. ഗോത്രാദികൾ ഉരച്ച ആശുവിധി പോൽ ഭൂമിയെ ദ്വിജൻ പ്രാതസന്ധ്യാകർമ്മമേവം ചെയ്യുക എന്നതു താൻ വിധി. സന്ധ്യാകർമ്മം സമാപിച്ചിട്ട് അഗ്നിഹോത്രം നടത്തണം.
ശിവ, ശംഭു, ഗണേശൻ, ശ്രീ സൂര്യൻ, ശ്രീ വിഷ്ണു ഇങ്ങനെ പഞ്ചദേവതമാരെയും പിന്നെ ഭക്തിപുരസരം മൂലമന്ത്രം വ്യാഹൃതിയോ പിന്നെ പുരുഷ സൂക്തമോ ഹ്രീശ്ചതേ മന്ത്രമോ കൊണ്ട് സമാരാധിക്കണം ബുധൻ. മധ്യത്തിലായി ശ്രീ ശിവയെ, ഈശാനത്തിങ്കൽ വിഷ്ണുവെ, കിഴക്കുതെക്കായി ശിവനെ, നൈഋതത്തിൽ ഗണേശനെ, വായവ്യത്തിൽ സൂര്യനെയും സങ്കല്പിച്ച് അർച്ച ചെയ്യണം. 16 ഋക്കിനാൽ ഷോഡശോപചാരവുമേകണം. ആദ്യം ദേവിയെ അർപ്പിച്ച് ചെയ്യുക മറ്റുള്ള പൂജകൾ. ദേവി പൂജയിലും മീതെ പുണ്യമില്ലൊന്നിലും മുനെ. സന്ധ്യോപാസന ചെയ്യണം, അതിനാൽ സന്ധ്യ ഏതിലും. നിഷിദ്ധമന്ത്രം വിഷ്ണുവിന് ഉരപ്പ. നിഷിദ്ധം അക്ഷതം വിഷ്ണുവിന്, ദുർഗയ്ക്ക് ദുർവയും, ഗണനാഥന് തുളസി. നിഷിദ്ധം കൈതരുദ്രനും, മല്ലികപ്പൂ പനസവും, കുടകപ്പാല പിച്ചിയും, ഇലഞ്ഞി പാച്ചോറ്റി, മുല്ല, പ്ലാവിൻ പൂ കണവീരവും, വിഷ്ണുക്രാന്തി, ഇരുളിൻ പൂവ്, അഗസ്തിപ്പൂ പലാശവും, മദനപ്പൂവ് ബന്ധൂകം, കരിനൊച്ചിയും അവിധം, കറുകപ്പൂ കൂവളവും, കുഞ്ഞിളം ദർഭയും തഥാ, ഈന്തിന്നില കുരുക്കുത്തി, എരുക്കിൻ പൂവും അവിധം, കൊങ്ങപ്പൂവ് കടമ്പിൻ പൂ, മന്ദാരം കൈതതൻ ദളം, വാടാങ്കുറിഞ്ഞി, പുന്നപ്പൂ, മാതളംപൂവ്, ചമ്പകം ഇവയെല്ലാം ഭഗവതിക്ക് ഇഷ്ടമുള്ള പൂക്കൾ താൻ. ധൂപം ഗുൽഗുലുവാൽ വേണം, ദീപം എള്ളെണ്ണ പാർന്നുമേ. ഏവം പൂജിച്ചു പിന്നീട് മൂലമന്ത്രം ജപിക്കണം. പിന്നെ പൂജ മുഴിപ്പിച്ച് പകൽ 3-ാം വിഭാഗത്തിൽ സ്വന്തം വൃത്തി അനുസാരമായി താൻ പോറ്റിയിടേണ്ടോരെ രക്ഷിക്കാനായി ചെയ്യുക വേലകൾ. അപ്പോൾ നമുക്ക് സാധാരണഗതി ഇപ്പോൾ ഉച്ചസന്ധ്യയിലത്തെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. നമുക്ക് ആകെ സമ്പാദ്യം വേണ്ടത് ഉച്ചയ്ക്ക് 3-ാമത്തെ യാമം. 4 യാമമാണല്ലോ ഒരു പകൽ വരിക. 3-ാമത്തെ യാമം പ്രവൃത്തി ചെയ്താൽ മതി. എന്നാൽ ജീവിക്കാനുള്ള എന്താ വേണ്ടത് വെച്ചാൽ അത് കിട്ടുന്ന ധനധാന്യാദികളൊക്കെ കിട്ടുമെന്ന് പറയുകയാണ്. അത്രയേ വേണ്ടൂ. പകൽ 3-ാം വിഭാഗത്തിൽ സ്വന്തം വൃത്തി അനുസാരമായി താൻ പോറ്റിയിടേണ്ടവരെ രക്ഷിക്കാനായി ചെയ്യുക വേലകൾ. അപ്പോൾ സമ്പാദ്യം എങ്ങനെയാണ് വേണ്ടത്? അത് ദേവി ഭാഗവതത്തിൽ 11-ാമത്തെ സ്കന്ധത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ 47-ാമത്തെ ശ്ലോകം, അവസാനത്തെ ശ്ലോകമാണ് അതിൽ പറഞ്ഞിരിക്കണം പ്രമാണമായിട്ട്. ത്രിഭാഗാന്തം സന്ധ്യാധികൃത്യം എന്ന 17-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവി നമ. ഇനി 18-ാമത്തെ അധ്യായം 71 ശ്ലോകങ്ങളുണ്ട്. ഇതും കൂടി വായിക്കാം. ശ്രീനാരദൻ. ഓം. ദേവീ പൂജാവിശേഷത്തെ കേൾക്കാൻ ഇച്ഛിപ്പു മാനത, അതു ചെയ്യുകില മർത്യൻ ആളുമല്ലോ കൃതാർത്ഥത. ശ്രീനാരായണൻ. ദേവർഷെ കേട്ടുകൊണ്ടാലും ശ്രീദേവ്യ ആരാധനാക്രമം ഭുക്തിമുക്തിപ്രദം ദിവ്യം സമസ്താപൻ നിവാരണം. ആചമിച്ചുരിയാടാതെ സങ്കല്പം ഭൂതശുദ്ധിയും മാതൃകാന്യാസവും ചെയ്യുക ഷഡംഗന്യാസവും ക്രമാൽ. ശംഖം സ്ഥാപിച്ചു സാമാന്യ തീർത്ഥമുണ്ടാക്കി ബുദ്ധിമാൻ. അസ്ത്രമന്ത്രത്തിനാൽ പൂജാദ്രവ്യമാദ്യം തളിക്കണം. ഗുരുവിനാജ്ഞയും വാങ്ങി പിന്നെ പൂജ തുടങ്ങുക. പീഠപൂജ അനന്തരം ശ്രീദേവി തന്നെ സ്മരിക്കുക. ആസനാദ്യോപചാരങ്ങൾ നൽകി ഭക്തി പുരസ്സരം പഞ്ചാമൃതാദിയാൽ പിന്നെ അഭിഷേചിക്ക ദേവിയെ. പുണ്ടരീക കരിമ്പിൻ നേർ കലശം 100 കൊണ്ടൊരാൾ അഭിഷേകം ചെയ്യിൽ നൂനം പുനർജന്മമണഞ്ഞിടാം. ഇപ്പോൾ ധാരാളം ദ്രവ്യങ്ങളെ കൊണ്ട് അഭിഷേകം ചെയ്യാറുണ്ട്. ചില ദ്രവ്യങ്ങളെ ഇവിടെ പറയണമെന്ന് മാത്രം. അത് ഫലങ്ങളിൽ നിന്ന് കിട്ടിയ നീര് കൊണ്ടും ആവാം. ഇളനീര് ഒക്കെ പതിവുണ്ടല്ലോ. പിന്നെ കളഭം, ഭസ്മം, ഇങ്ങനെ പലതും പതിവുണ്ട്. ഓരോരുത്തർക്കും ഓരോന്നാണ് ഇഷ്ടം. അപ്പോൾ ദേവിക്ക് ഇഷ്ടമുള്ളതിന് ഇവിടെ പറയണം. പുണ്ടരീക കരിമ്പിൻ നീർ കലശം 100 കൊണ്ടൊരാൾ അഭിഷേകം ചെയ്യിൽ നൂനം പുനർജന്മമണഞ്ഞിട. കരിമ്പിൻ നീര് കൊണ്ട് ചെയ്യാം. പിന്നെ മാമ്പഴത്തിൻ നീര് അഥവാ കരിമ്പിൻ ചാറ് ഇവയാൽ വേദപാരായണത്തോടും അഭിഷേകം നടത്തുകിൽ തൽഗൃഹം വിട്ടുമാറിയിട. പൂമാതും പാണിയും മുനെ മുന്തിരിച്ചാറിനാൽ വേദപാഠത്തോടും മഹേഷിയെ അഭിഷേചിക്കിൽ ആ മാനവോത്തമൻ സകുടുംബകം ദേവി ലോകത്തിൽ സുഖിക്കും. രസബിന്ദുക്കളോളവും. അപ്പോൾ ബിംബത്തിലാണല്ലോ നമ്മളത് അഭിഷേകം ചെയ്യുക. ബിംബം നന്നായിട്ട് ശുദ്ധി ചെയ്ത് അതിൽ ഈ അഭിഷേക ദ്രവ്യം ഏതായാലും വേണ്ടില്ല, അത് അഭിഷേകം കഴിഞ്ഞ് ആ തീർത്ഥം അത് എല്ലാവരും സേവിക്കുകയും വേണം. അപ്പോൾ മന്ത്രം, ഈ ദ്രവ്യം, ദേവിയുടെ അനുഗ്രഹം, അത് മൂന്നും ഈ സ്വീകരിക്കുന്ന ആളുകളൊക്കെ ഇതിപ്പോൾ അവിടെ പ്രവൃത്തിയിലും വന്നു, അത് അനുഗ്രഹമായിട്ട് സ്വീകരിക്കും. അപ്പോൾ അതൊരു ദേവിയുടെ അനുഗ്രഹമാണ്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടും.
അഭിഷേചിക്കിൽ ആ മാനവോത്തമൻ സകുടുംബകം ദേവി ലോകത്തിൽ സുഖിക്കും. രസബിന്ദുക്കളോളവും കർപ്പൂരമകിൽ കസ്തൂരി കുങ്കുമപ്പൂവും ഒന്നുപോൽ ചാലിച്ച നീരിനാൽ വേദമന്ത്രം ചൊല്ലി മഹേഷിയെ കുളിപ്പിക്കൽ ചാമ്പലാവും ശതജന്മോത്ഥ പാപവും. വേദമന്ത്രത്തോടും പാലാൽ അഭിഷേകം നടത്തുകിൽ പാലാഴീങ്കലാകൽപ്പം സുഖിക്കും പുണ്യവാനവൻ. തൈരാൽ തേനാൽ ശർക്കരയാൽ നെയ്യാലും ജഗദംബയെ. വേദമന്ത്രങ്ങളും ചൊല്ലി അഭിഷേകം നടത്തുകിൽ ദധികുല്യാദി നദികൾ കുടയോനായി ഭവിച്ചിടും. ഈ സപ്തദ്വീപ ആധിപത്യം കിട്ടുന്നൊക്കെയാണ് പറയുക. ശ്രീ മഹാദേവേ നമ. സഹസ്രകലശം പൂജിച്ച് അഭിഷേകം നടത്തുകിൽ ഐഹിക സുഖം ഭുജിക്കും ശങ്കയില്ലതിൽ. ഇവിടുത്തെ ഇഹസുഖങ്ങൾ മുഴുവൻ കിട്ടും 100 വർഷം ജീവിക്കുമ്പോൾ. അതുപോലെ മറ്റേ പരലോകത്ത് ചെന്ന ഈ മണിദ്വീപത്തിൽ ചെല്ലാനും സാധിക്കും. വായുലോകമണഞ്ഞിടും വെള്ളപ്പൂവും പട്ടു നൽകുകിൽ രത്നഭൂഷകളേകീടിൽ കുബേര സമനായി വരും. ഈ വെള്ളപ്പട്ട് നൽകുക, അതേപോലെ രത്നങ്ങളൊക്കെ പരിച്ച് സ്വർണ്ണ നൂലുകൊണ്ടൊക്കെ അങ്ങനെയൊക്കെയുള്ള അതൊക്കെ ആകുമ്പോൾ ധനികനാവും. അങ്ങനെയല്ലേ. ചെമ്പഞ്ഞിച്ചാറു തൃക്കാലിൽ സിന്ദൂരം കേശരേഖയിൽ കസ്തൂരിയും കുങ്കുമവും ഗന്ധവും തിരുനെറ്റിയിൽ ഏവം ചാർത്തുകിൽ ഇന്ദ്രാസനത്തിലേറി സുഖിച്ചിടും. പൂജയ്ക്ക് പല പുഷ്പങ്ങൾ ഓതിയിട്ടുണ്ട് ഉള്ള പോലെ വാ നൽകിയാൽ സസുഖം വാഴാം വെള്ളി മാമലയിൽ ധ്രുവം. കൂവളത്തിനിലകളാൽ ആ പരാശക്തിയെ സദാ പൂജിപ്പവന് ദുഃഖങ്ങളൊന്നുമെന്നും ഭവിച്ചിടാം. കൂവളത്തിൻ മൂവിതളിൽ രക്തഗന്ധക്കുഴമ്പിനാൽ മായാബീജത്രയം നന്നായി വൃത്തിയായി എഴുതിയിട്ടുടൻ. മായാബീജാധികം നാമചതുർത്ഥ്യന്തം നമോന്ത്യമായി മന്ത്രം ചൊല്ലി തൃക്കഴലിൽ ഭക്തി ഗദ്ഗതപൂർവകം ആ ചാരുകോമളം പത്രം കൊണ്ട് അർച്ചന നടത്തുകിൽ ആ ഭക്തനു ലഭിച്ചിടും മനുത്വം തന്നെ. നാരദ അതിസുന്ദരമാം കോടി കോവളത്തിലയാൽ മുനെ ഭുവനേശിയെ അർച്ചിക്കിൽ ബ്രഹ്മാണ്ഡപതിയായി വരും. പുത്തൻ മുല്ലപ്പൂക്കൾ അഷ്ടഗന്ധം ചേർത്തൊരു കോടിയാൽ പൂജിക്കിലോ നൂനം അവൻ പ്രാജാപത്യത്തെ ആർന്നിടും. ചാലിച്ചോരഷ്ടഗന്ധത്തിൽ മുക്കി തൂമുല്ല പിച്ചിയും എണ്ണത്തിൽ കോടി അർപ്പിക്കിൽ ചതുരാനനായി വരും. 10 കോടി ഇതേ പൂക്കൾ കൊണ്ട് പൂജിക്കിലോ മുനെ പ്രാപിക്കും നൂനമാമർത്യൻ വിഷ്ണുത്വം സുരദുർലഭം. വിഷ്ണുവും പണ്ടിതേ മട്ടിൽ ചെയ്താൻ സ്വപദമാളുവാൻ 100 കോടികളാൽ നൂനം സൂത്രാത്മത്വം ലഭിച്ചിടും. ഹിരണ്യഗർഭൻ വഴി പോലെ വ്രതം ഭക്തിപൂർവകം അനുഷ്ഠിക്കുകയാൽ അത്രേ തൽപദം പൂണ്ടതും ക്ഷണാൽ. ചെമ്പരത്തിപ്പൂവും ഉച്ചമലരിപ്പൂവും അങ്ങനെ മാതളം പൂക്കളും മറ്റു പൂക്കളും കൊണ്ടിതേവിധം ജഗദംബികയെ ഭക്തിപൂർവം അർച്ചന ചെയ്യുകിൽ സിദ്ധിക്കും ആ പുണ്യമോദാൻ ഈശ്വരനും അസാധ്യമാം. അതാത് ഋക്കുകളിൽ കിട്ടും എണ്ണമറ്റുള്ള പൂക്കളാൽ പ്രതിവർഷം ലോഭമെന്നേ ചെയ്യുക ദേവീ സമർച്ചനം. കൊടും പാപങ്ങളും മറ്റു പാപങ്ങളും അനേകമായി ചെയ്തോനുമേ പൂജ കൊണ്ട് സർവപാപവിമുക്തനായി സാധക ശ്രേഷ്ഠനായി ദേഹാന്ത്യത്തിൽ ദേവേന്ദ്ര ദുർലഭം. ശ്രീപദത്തിൽ അണഞ്ഞേടും മഹർഷേ സംശയം വിനാ സാമ്പ്രാണി ചന്ദനം കുന്തുരുക്കം കർപ്പൂരവും തഥാ കറുത്തോരകിലും നെയ്യും പിന്നെ ഗുൽഗുലവും മുനെ ചേർത്ത ധൂപം പുകച്ചമ്മയ്ക്കേകും ആ ഭക്തനിൽ ദ്രുതം. പ്രസന്നയായി മഹാദേവി മൂലോകത്തെയുമേകിടും കർപ്പൂരദീപം ദേവിക്ക് നിത്യവും കാട്ടിടുന്നവൻ. സൂര്യലോകമണഞ്ഞിടും ഏതും സംശയമെന്നിയേ ദീപങ്ങൾക്കു കണക്കില്ല കഴിയുന്നത്രയായിടാം. നൈവേദ്യം കുന്നുപോൽ ദേവി സാന്നിധ്യത്തിൽ നിരത്തണം. കട്ടിയായും ലേഹ്യമായും നേർത്തതായും പലതരം പായസങ്ങളും അപ്പങ്ങൾ സ്വാദുകൂടും പഴങ്ങളും അന്നങ്ങളും സ്വർണ്ണപാത്രങ്ങളിൽ ദേവിക്കു നൽകണം. ദേവി തൃപ്തയായെങ്കിൽ തൃപ്തൻ താൻ 3 ലോകവും. ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നതായിട്ടുള്ള ദ്രവ്യങ്ങളൊക്കെ ശുദ്ധമാവണം അത് വളരെ ശ്രദ്ധിക്കണമല്ലോ. പായസമായാലും നേദ്യമായാലും ഈ പഴങ്ങളായാലും അതേപോലെ തന്നെയാണ് ഈ പുക, ചന്ദനത്തിരി തുടങ്ങിയിട്ടുള്ളതൊക്കെ, കർപ്പൂരം, ഇതൊക്കെ ഈ വിളക്ക്. ഇപ്പോൾ എണ്ണ ശുദ്ധമാവണം, നെയ്യ് ശുദ്ധമാവണം, ശുദ്ധ കർപ്പൂരമാവണം, ചന്ദനത്തിരി അത് നന്നാവണം. ഇതൊക്കെ ഇന്നൊരു പ്രശ്നമാണ്. സത്യം പറഞ്ഞാൽ ഒരു വല്ലാത്ത വിഷയമാണ്. ഇനി ആർക്കും ഒന്നും ചെയ്യാനും നിവൃത്തിയില്ല. സങ്കടം എന്നേ പറയാമല്ലോ. കൃത്രിമം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചില ചേരുവകൾ പറ്റാത്തതായിട്ട് ശ്വസിക്കാൻ പറ്റണില്ല. അതേപോലെ അലർജി വരണു. ഇതൊക്കെ കെമിക്കലോ എന്തൊക്കെയോ നിശ്ചല. മുഴുവനൊന്നും പറയാൻ നമുക്കും അറിയില്ല. എന്തായാലും ചിലതൊന്നും ശരിയല്ല എന്നിങ്ങനെ തോന്നുക, അത്രയേ ഉള്ളൂ. ദേഹത്തിന് വിഷമങ്ങൾ ഉണ്ടാക്കണോ എന്നുള്ളതും സത്യമാണ്.
അപ്പോൾ ദേവിക്ക് കൊടുക്കുന്നത് ഏറ്റവും ശുദ്ധമാവണം എന്നുള്ളത് നമ്മൾ പറ്റാവുന്നത്രയൊക്കെ മനസ്സിരുത്തി കൊടുക്കുക. ശ്രീ മഹാദേവ്യൈ നമ. ഓം വെൽവോ തദാത്മകം ലോകം രജ്ജുവിൽ സർപ്പമെന്ന പോൽ കർപ്പൂരം നൽ കരിങ്ങാലി ഇവ ചേർത്താതിശീതളം കലശസ്ഥിതമാം ഗംഗാപാനീയം ഗംഗാപാനീയം പിന്നെ നൽകണം. ഏവം ലവംഗം കർപ്പൂരം ഇവ ചേർത്ത് സുഗന്ധിതം താമ്പൂലം വായ്പൊലിയുവാൻ ഭക്തിപൂർവം അനന്തരം ദേവിക്ക് നൽകണം. ദേവി തുഷ്ടയാം മാറു സാദരം. മിഴാവ്, ഇടയ്ക്കയും വീണ, മൃദംഗം, ചെണ്ടയും തഥാ പല വാദ്യങ്ങളും പാട്ടും സ്തോത്രവും ദേവഗീതിയും പുരാണ പാഠവും കൊണ്ട് ദേവി പ്രീതി വളർത്തണം. ആലവട്ടം, ചാമരവും വെൺകൊറ്റക്കുടയും ഇങ്ങനെ രാജോപചാരങ്ങൾ നിത്യം മഹാദേവിക്കു നൽകണം. വലം വെച്ച് നമസ്കാരം ക്ഷമാപണ പുരസ്സരം പലവട്ടം ചെയ്ത് വാഴ്ത്തി സ്തുതിക്ക ജഗദംബയെ. ഒരിക്കലെങ്ങാനോർത്തെങ്കിൽ തന്നെ തോഷിക്കും അംബിക. ഈ മട്ട് അർച്ചിക്കിൽ ഒട്ടേറെ തോഷിക്കിൽ ചിത്രമെന്തിൽ. ശ്രീ മഹാദേവി നമ. നന്നായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ അമ്മ അനുഗ്രഹിക്കും. സ്വതേതാൻ പുത്രവാത്സല്യം വായിക്കുമ ജഗതീശ്വരി. മകൻ്റെ ഈ ഭക്തി കണ്ടാൽ എത്രമാത്രം കനിഞ്ഞിട. എല്ലാവരുടെയും അമ്മയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്നതൊക്കെ മകൻ അമ്മയ്ക്ക് കൊടുക്കുന്ന പോലെയാണ് എന്ന് പറയാം. അപ്പം അതിൽ ഈ മാതൃഭാവം കണക്കാക്കിക്കൊണ്ട് തന്നെ ശുശ്രൂഷ അത്രയും നല്ല രീതിയിൽ വേണം. അപ്പോൾ അമ്മ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഉദാഹരണമായിട്ടൊരു കഥ പറയുകയാണ്. പണ്ട് ബൃഹദ്രഥൻ എന്നുള്ള പേരായിട്ടൊരു രാജാവ് ഹിമാലയത്തിൽ മറ്റേ ബൃഹദ്രഥ രാജാവിൻ്റെ പൂർവ്വജന്മത്തെ പറയുന്നതായിട്ടുള്ളൊരു രംഗമാണ്. ത്രികാല ജ്ഞാനമുണ്ടായിരുന്നു അദ്ദേഹത്തിന്. എന്തുകൊണ്ട് ഇത് കിട്ടി എന്ന ചോദ്യത്തിന് ഹിമാലയത്തിലൊരു ചക്രവാക പക്ഷിയായിട്ടിങ്ങനെ ഇര തേടി നടന്നായിരുന്നു ഞാൻ പൂർവ്വജന്മത്തിൽ. അപ്പോൾ ആ സമയത്ത് കാശിയിലൊന്നിങ്ങനെ വലം വെച്ചു അന്നപൂർണാദേവിയെ. ആഹാരത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് പ്രദക്ഷിണം വെച്ചത്. പക്ഷേ അത് അമ്മ സ്വീകരിച്ചു. അമ്മയെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചതാണെന്ന് അമ്മ കണക്കാക്കി. ഞാൻ അറിഞ്ഞിട്ടല്ല. പിന്നെ മരിച്ച സ്വർഗ്ഗവാസം. അപ്പോൾ അതും അത്ഭുതമാണ്. അത് കഴിഞ്ഞ് ഭൂമിയിൽ ഇപ്പോൾ ഇതാ ഞാൻ മർത്യനാണ്, രാജാവാണ്, ഭക്തനാണ്, മനുഷ്യജന്മം കിട്ടി, മുജ്ജന്മ സ്മൃതിയുണ്ട്. ആ ബൃഹദ്രഥൻ എന്ന രാജാവാണ് ഞാൻ എന്ന ഒരു കഥ പറയുകയാണ്. നമുക്കത് കേൾക്കാം. ഓം ബൃഹദ്രഥാഖ്യൻ രാജർഷിതൻ പുരാവൃത്തമുത്തമം ഭക്തി സംവർദ്ധകം ചൊല്ലിത്തരാം ഞാൻ കേട്ടുകൊള്ളുക നീ. ഹിമാദ്രിയിൽ പാർത്തിതൊരു ചക്രവാകദ്വിജം പുര. ഇരയും തേടി നാനാദേശത്തും ചുറ്റി പറക്കവേ അന്നപൂർണ മഹാസ്ഥാനത്തിങ്കൽ കാശിയിലേകത തടഞ്ഞേക്കാം വല്ലതെങ്ങാൻ എന്ന് എത്തിപ്പെട്ടിതാ ഖഗം. ഒന്ന് ആ ക്ഷേത്രം വലം വെച്ചു മുക്തിദായകം ആ പുരം വിട്ട് വാനിങ്കലേക്കൂളിയിട്ട് എങ്ങാണ്ടോ പറന്നുപോയി. കാലാന്തരത്തിൽ ആ പക്ഷി മരിക്കെ ദിവ്യരൂപനായി സ്വർഗത്തിൽ ചെന്ന് ഉത്തമമാം ഭോഗസൗഖ്യം ഭുജിച്ചുപോൽ. കൽപ്പദ്വയം തത്രവാണോ വീണ്ടും ഈ ഭൂവിൽ നാരദ സർവോത്തമം ക്ഷത്രകുലമൊന്നിൽ ജന്മമെടുത്തവൻ. ബൃഹദ്രഥാഖ്യനായി സർവവിഖ്യാതിയോടും ഉർവിയിൽ വാണാൻ ധാർമ്മികനായി സത്യവാദിയായി സാർവഭൗമനായി ത്രികാലജ്ഞൻ യതിശ്രേഷ്ഠൻ മഹായജ്വാവുമാവൻ എന്നുവെച്ചാൽ ധാരാളം യാഗം ചെയ്തു എന്ന്. മുജ്ജന്മസ്മൃതിയുള്ളോനെന്നുള്ളൊരാഖ്യാതി എങ്ങുമേ പരക്കയാൽ വന്നണഞ്ഞാർ ഋഷിമാർ ചിലരേകത. സാദരം സ്വീകരിച്ച ആസനങ്ങളും നൽകി ഭൂപതി പൂജിച്ചിരുത്തി. അന്നേരം ഏവം ചോദിച്ചു താപസർ പൂർവ്വജന്മസ്മൃതിയും ഈ ത്രികാലജ്ഞാനവും പ്രഭോ ഏത് പുണ്യപ്രഭാവത്താൽ അങ്ങേക്കുണ്ടായതോദനം. ഈ സത്യമറിയാനത്രേ നിൻചാരേ വന്നതീ ഇവർ. ഉള്ള പോലൊക്കെയും ഞങ്ങളോടും നീ അരുൾ ചെയ്യണം. ശ്രീനാരായണൻ അവർത്തൻ ചോദ്യം ഈ വണ്ണം കേട്ട് ധർമ്മിഷ്ഠനാ നൃപൻ. ത്രികാലജ്ഞാനമുണ്ടാവാനുള്ള കാരണമോദിനാൻ മുനിമാരെ കേട്ടുകൊള്ളുവിൻ. മമാജ്ഞാനൈക കാരണം മുജ്ജന്മചക്രത്തിൽ ചക്രവാകപക്ഷിയൊന്നായിരുന്നു ഞാൻ. വലം വെച്ചാൻ ഒന്നുമോരാത് അന്നപൂർണയെ ഏകത. ആ പുണ്യശക്തിയാൽ കാൽപ്പദ്വയം സ്വർഗത്തിൽ വാണു ഞാൻ. ത്രികാലജ്ഞതയോടിങ്ങ് പിറക്കാനിടയായതാം അവർണ്യമച്ചേവടിത്താർ നണ്ണിയാൽ എഴുമഫലം. നനയ്ക്കുമ്പോൾ തന്നെ കണ്ണീർ പൊട്ടി വാർന്നൊഴുകുന്നുമേ. കഷ്ടം സുഖോപാസ്യാമാ ലോകമാതാവിനെ സ്വയം. ഭജിച്ചിടാത്തോർത്തൻ ജന്മം കൃതഘ്നം പാപപങ്കിലം. ഇപ്പോൾ ആ അമ്മയെ ഭജിക്കാത്തത് വളരെ മോശമാണ് എന്ന് പറയുകയാണ്. ശിവനെയോ വിഷ്ണുവേയോ ഭജിക്കലും അണഞ്ഞിട വേദത്തിലോതുമാ നിത്യാനന്ദം തൽ പൂജ എന്നിയേ. തർക്കമറ്റൊരു കാര്യത്തിലേറെ എന്തിന് ഉരപ്പു ഞാൻ.
ദേവി തൻ തൃക്കഴൽ താരുമാത്രം താൻ സേവനീയമായി ഇതിലും ശ്രേഷ്ഠമായി മറ്റൊന്നില്ല മൂവുലകത്തിലും അരൂപയായോ സകളയായോ നന്നാം മഹേഷിയെ ധർമ്മിഷ്ഠനാമാ രാജർഷിയെ അവമോദിയ വേളയിൽ സന്തുഷ്ടരായിട്ട് ഋഷിമാർ തിരിച്ചാർ സ്വാലയങ്ങളിൽ ഇത്ര മഹാത്മ്യമുള്ളോള ദേവി തൽപൂജ തൻ ഫലം എത്രയെന്നാർക്ക് ചോദിക്കാൻ ആർക്കുരയ്ക്കാനുമായിടും ജന്മം സഫലമായോർക്ക് ദേവിയിൽ ശ്രദ്ധ വന്നിടൂ ജന്മസാങ്കര്യമാർന്നോർക്ക് കൈവര ഭക്തി ദേവിയിൽ. അപ്പോൾ മനുഷ്യജന്മം കിട്ടിയിട്ട് ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാവണച്ച അത് അമ്മയുടെ അനുഗ്രഹം ഇല്ലാണ്ട് പറ്റില്ല. അപ്പോൾ അത് ജന്മം സഫലമായി എന്ന് പറയുകയാണ്. ഈ ഒരൊറ്റ കാരണമാണ്, വേറെ ഒന്നുമില്ല. ദേവി വിശേഷ പൂജാവിധി എന്ന 18-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ് ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവി നമ. 19-ാം അധ്യായം 24 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. ഇപ്പോൾ 71 ശ്ലോകമുള്ള അധ്യായമാണ് ഈ 18-ാമത്തേത് വായിച്ചത്. 17ഉം 18ഉം വായിച്ചു. ഇപ്പോൾ 19-ാമത്തെ വായിക്കണം. ശ്രീനാരായണൻ. ഓം. ഇനി മാധ്യന്നികം പൂജാവിധി ഞാൻ ഓതിരാം മുനെ ഇത് ചെയ്യുകിലുണ്ടാവും നൂനം അത്യുത്തമം ഫലം. ഇപ്പം ഇതിന് മുന്നേ ലേശം ഈ ഉച്ചസന്ധികളിൽ പറഞ്ഞു. ഇനി ഞാൻ വിസ്തരിച്ച് പറയുകയാണ്. അപ്പോൾ ആ രൂപത്തെ പറയണം. അതാണ് കയ്യിൽ ത്രിശൂലം അഭയം വരം രുദ്രാക്ഷമാലയും പൂണ്ട് കാളപ്പുറത്തേറി യജുർവേദമുതിർപ്പവൾ ഭൂർലോകത്തിൽ ആദിത്യവീഥിയിൽ സഞ്ചരിപ്പവൾ ത്രിനേത്രയാൽ ശുഭ്രവർണ്ണ ശബളബ്രഹ്മരൂപിണി രുദ്രോപാസ്യ ഗുണോത്കൃഷ്ടയാമ സാവിത്രിയെ തൊഴാം. അപ്പോൾ ഇവിടെ രാവിലെ ഋഗ്വേദം, ഉച്ചയ്ക്ക് യജുർവേദം. ഈ ഒരു രീതിയിലാണ് അമ്മ എന്ന് പറയാണ്. ഇവിടെ ശിവൻ്റെ എന്ന നിലയ്ക്കാണ്. നേരത്തെ വിഷ്ണുവിൻ്റെ ആയിരുന്നു, ഇപ്പോൾ ശിവൻ്റെ. ശ്രീ മഹാദേവ്യൈ നമ. ഓം. അതാണ് കാളപ്പുറത്തുള്ള യാത്ര. ഏവം ധ്യാനിച്ച് ആചമനാദികൾ ചെയ്യുക മുൻവിധം അർഘ്യം നൽകി പിന്നെ അർച്ചിക്കണം പൂക്കളാൽ മുനെ. പൂക്കളില്ലെങ്കിലോ ബില്ലു പത്രമിട്ട ജലത്തിനാൽ സൂര്യനെ താൻ നോക്കിയും കൊണ്ടർഘ്യം മേലോട്ട് തോവുക. അവിടെ ചക്ഷുർദേവഹിതം ശുക്രമുച്ചൽ പശ്യേമ ശരദശതം ജീവേമ ശരദശതം എന്നാണ് സ്വതേ നോക്കി ചൊല്ലേണ്ടതായിട്ടുള്ള മന്ത്രം. നിത്യകർമ്മങ്ങളിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബ്രാഹ്മണർക്ക് വിശേഷിച്ച് അഭിജിത്ത് മുഹൂർത്തത്തിൽ ആണ് ചെയ്യേണ്ടത്. ശ്രീ മഹാദേവ്യൈ നമ. ഓം. പ്രാതസന്ധ്യാസമം ചെയ്യുക. ജപം തൊട്ടുള്ളതൊക്കെയും ഉച്ചയ്ക്കു ഗായത്രി ചൊല്ലി ചിലർ ഊത്തുകഴിപ്പതായി കാണുന്നുണ്ട്. അത് നന്നല്ല വന്നേക്കാം കാര്യഹാനി താൻ. മന്ദേഹരാം രാക്ഷസന്മാർ സൂര്യനെ സന്ധ്യ രണ്ടിലും ഭക്ഷിക്കാൻ അഞ്ഞടുക്കുന്നു. വേദത്തിൽ ചൊന്ന ഹേതുവാൽ അക്കാരണത്താൽ ഓങ്കാരപൂർവം ഗായത്രി കൊണ്ടുതാൻ പ്രാതസായം സന്ധ്യകളിൽ അർഘ്യം തൂകുന്നു നാരദ. മറിച്ചേവം വല്ലബോധം തൂകും അർഘ്യം നിഷിദ്ധമാം. പൂക്കളോ തത് അലാഭത്തിൽ ബില്ലദൂർവ അങ്കുരങ്ങളോ ചേർത്തർഘ്യമാ കൃഷ്ണനേതി മന്ത്രമോദിയിട്ടു താൻ മുനെ. മധ്യാഹ്നത്തിൽ തൂകി എന്നാലുണ്ടാം സന്ധ്യാഫലം ധ്രുവം. ഇനി തർപ്പണമാണോതാം അതും ഞാൻ കേൾക്ക നാരദ. തർപ്പിപ്പൂ ഭൂപുരുഷനെ സതതം ഞാൻ നമിച്ചിടാം. യജുർവേദത്തിനും മണ്ഡലത്തിനും ചെയ്യുക തർപ്പണം. ഹിരണ്യഗർഭനും അന്തരാത്മാവിനും അതേവിധം. സാവിത്രി വേദമാതാവ് പിന്നെ സാങ്കൃതി സന്ധ്യയും തഥാ യുവതി രുദ്രാണി നീ മൃജാഖ്യ. അതിൽ പരം സർവാർത്ഥസിദ്ധികരി മന്ത്രാർത്ഥസിദ്ധിത അവ്വിധം ഭൂർഭുവ പുരുഷൻ ഏവർക്കും ചെയ്യുക തർപ്പണം. ഉദുത്യമാദിയായി ചിത്രം ദേവാനാം എന്നുമാദിയായി സൂക്തദ്വയത്താൽ സൂര്യോപസ്ഥാനവും ചെയ്യുക സാദരം. ജപിപ്പൂ ഗായത്രി പിന്നെ മന്ത്രസാധന തൽപരൻ. ജപത്തിന് വിധിയും ഞാൻ ഉരയ്ക്കാം കേട്ടുകൊള്ളുക നീ. കൈ മലർത്തിയിട്ട് ഉഷസിങ്കൽ കമുഴ്ത്തിയിട്ട് അന്തിങ്കലും ഉച്ചയ്ക്കുമാറോട് ചേർത്തും ജപിക്കുന്നതു താൻ വിധി. അനാമിക മധ്യമൂലങ്ങളിൽ കൂടി പ്രദക്ഷിണം. തർജനീമൂലപര്യന്തം കരമാലാജപം സ്മൃതം. ഗോഘ്നൻ പിതൃഘ്നൻ മാതൃഘ്നൻ മദ്യപൻ ഗുരുതൽപകൻ ഭ്രൂണഘ്നനും ബ്രഹ്മദേവസ്വങ്ങൾ കട്ടവനും മുനെ. ഗായത്രി 1000 ഉരു ജപിച്ചാൽ ശുദ്ധരായി വരും. മനോവാക്കായങ്ങൾ കൊണ്ട് 3 ജന്മം തുടർച്ചയായി ചെയ്ത പാപങ്ങൾ അഖിലം നശിക്കും ഇതിനാൽ ധ്രുവം. ഗായത്രി അറിയാത്തോൺ തൻ പ്രയത്നം വിഫലം സദാ. വേദം 4 ചൊന്ന ഫലം ഗായത്രി ജപം ഒന്നിനാൽ സിദ്ധിക്കും. ഈ ജപത്തിന് ഉണ്ടത്രയ്ക്കും തന്നെ വൈഭവം. മധ്യാഹ്ന സന്ധ്യാവിധി ഇമ്മട്ടിലാണ് ഇനി ഞാൻ മുനെ നിന്നോടോതിത്തരാം. ബ്രഹ്മയജ്ഞത്തിൻ്റെ വിധാനവും
മധ്യാഹ്ന സന്ധ്യാവിധി എന്ന 19-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. എല്ലാ മഹാപാപങ്ങളും തീരും. ഒരു കൊല്ലത്തെ പാപം തീരുന്നതാണേ 1008 ജപിച്ചാലേ. അതേപോലെ 4 വേദങ്ങളും ചൊല്ലിയ ഫലം. ഇവിടെ 3 വേദം എന്നാണ് പറഞ്ഞത്. 4 വേദങ്ങളും ചൊല്ലിയാലത്തെ ഫലം, വേദം 4 ചൊന്ന ഫലം ഗായത്രി ജപം 1 സിദ്ധിക്കും. അപ്പോൾ അതുകൊണ്ട് ഗായത്രി 1008 സ്ഥിരമായിട്ട് ജപിക്കുക. മധ്യാഹ്ന സന്ധ്യാവിധി എന്ന 19-ാം അധ്യായം സമാപ്തം. സർവത്ര ശ്രീമദ്ദേവി നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഇനി സായം സന്ധ്യയിലത്തെ ജപമാണ്.